സമയം രാത്രി 10:30. സമയം രാത്രി 10:35. ഡെംബലെ സ്റ്റിൽ ഡെംബലെ 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 ബല 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 സമയം രാത്രി 12:30. സെൻട്രൽ സ്ട്രൈക്കർ jersey number 19. സമയം രാത്രി 3:30. റയൽ മാഡ്രിഡിന്റെ പ്രൊഡക്റ്റിക് സ്കോറർ അങ്ങനെ ഒരു പന്ത് കിട്ടിയാൽ ബോക്സിനകത്ത് കട്ട് ചെയ്ത് വന്ന് കർവിംഗ് ഷോട്ട് ഉണ്ടെങ്കിൽ എത്തിയിരിക്കുന്നു. സമയം രാവിലെ 4:30. വീട്ടിൽ പോടാ പോടാ വീട്ടിൽ പോടാ. എന്താണ് സത്രോടാ പോടാ. ഇവരിവിടെ വേൾഡ് കപ്പ് കാണുമായിരുന്നോ അതോ വേൾഡ് വാർ നടത്തുമായിരുന്നു? അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. ഈ ഫുട്ബോളുകാർക്കൊക്കെ ഇത് പകൽ സമയത്ത് കൊണ്ടുവച്ചാ പോരെ, ഇതിനാണ് ഇത് രാത്രി നടത്തുന്നത് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. ഒരു മനസമാധാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വീട്ടിലില്ല. അല്ല എനിക്കൊരു സംശയം, ഈ രാവിലെ 3:30 കൊണ്ടുവന്ന് കളി വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സിക്കൊക്കെ ഉറക്കം വരൂല? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരെല്ലാം സായപ്പന്മാരല്ലേ, ഭയങ്കര എനർജി ആയിരിക്കും, പതിയെ വരൂ ഉറക്കം. അതൊക്കെ ഇവിടെ വൈകുന്നേരം 3 മണിയെന്ന് എഴുതി കാണിച്ചാ അപ്പ വരൂ ഉറക്കം. ചേട്ടാ ചേട്ടാ മെസ്സി തൂക്കും. മെസ്സി അല്ല തൂക്കേണ്ടത്, ഞാൻ മൊത്തം തൂക്കണം. എന്നാ എന്റെ ഭാര്യ തൂക്കും. ആ ഞാൻ മിക്കവാറും നിങ്ങൾ തൂക്കിയെടുത്ത് ഇതുപോലെ വെളിയിൽ കളയും. ചേട്ടാ എഴുന്നേക്കാൻ അവിടുന്ന്. എന്തൊരു കഷ്ടമാണ് നമുക്ക്. ഈ പിന്നെ ലോകകപ്പ് തുടങ്ങിയതിന് ശേഷം കേരളത്തിലെ എല്ലാ വീടുകളുടെ അവസ്ഥ ഇതാണ്. നേരെ വെളുക്കിടന്ന് വരെ ഇരുന്ന് ഫുട്ബോൾ കാണും, എന്നിട്ട് രാവിലെ മൊത്തം കിടന്ന് ഉറങ്ങും, ജോലിക്ക് പോവില്ല, കൂലിക്ക് പോവില്ല. ചേട്ടാ നിങ്ങൾ തന്നെ എഴുന്നേക്കാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇനി എങ്ങനെ ഉണർത്തും ഇതിനെ? എന്റെ അടുക്കളയിലെ കുക്കർ വിസിലടിച്ചത്. ചേട്ടാ നിങ്ങൾക്ക് ജോലിക്ക് പോണ്ടേ ഇന്ന്? ജോലിക്ക് പോണോ ഇന്ന്? ഞാൻ ജോലിക്ക് പോണില്ല. പോണില്ലേ? വിളിച്ചോറ പോണില്ലോ. ഞാൻ എന്റെ സാറിനെ വിളിച്ചു പറഞ്ഞോളാം. അയ്യോ എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയേ. ഇത് ഫോണല്ല, ഇത് ടിവിയുടെ റിമോട്ട്. അതുപോലും ബോധമില്ല. നിങ്ങൾ റിലേ അടിച്ചു പോയാ മനുഷ്യ. എന്റെ റിലേ ഒന്നും പോയില്ല, നീ പോയ കിടന്നുറങ്ങട്ടെ. എന്തൊരു കഷ്ടമാ നോക്കി. ഇതൊക്കെ ആരിനി എപ്പോ വൃത്തിയാക്കണോ? എന്താ കൈ കിട്ടണ സാധനം എല്ലായിടത്തും ഫ്രണ്ട് വാതിൽ കുറ്റിട്ട് നമുക്ക് അടുക്കള വാതിൽ ഒളിച്ചോടാം. ഞാൻ എന്തിനാ ഒളിച്ചോടുന്ന കാര്യം പറഞ്ഞത്? നീ എന്തിനാ പറഞ്ഞു? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് രണ്ടും കൂടെ ഒളിച്ചോടുന്ന കാര്യം അല്ല, നമുക്ക് 3 പേർ കൂടെ ഒളിച്ചോടണമെന്ന്. നിങ്ങൾ തെറ്റിദ്ധാരണ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആവില്ല. പറയണ അങ്ങോട്ട്. ചേച്ചി ഇവിടത്തെ അണ്ണ ഒരുത്തന്റെ ഫോട്ടോ എടുത്തിട്ട് അവന്റെ കല്യാണം മുടങ്ങിയില്ലേ കുമാർ, അവൻ ഒരു വിഷക്കുപ്പിയും കൊണ്ട് ജംഗ്ഷനിലേക്കാണ് തൂങ്ങിച്ചാവെന്നും പറഞ്ഞോണ്ട്. അല്ലല്ല കുടിച്ചു ചാവെന്നും പറഞ്ഞോണ്ട്. അവൻ ചാവണോടാ, അവൻ ചാവണം. എടാ രാത്രി 12 മണിക്കാണ് രമണിയുടെ വീട്ടിൽ നിന്ന് അവനെ കയ്യോടെ പൊക്കി ചേട്ടൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏതൊരു ചെറുപ്പക്കാരനും ചെയ്യുന്നത് എന്റെ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞുണ്ട്. ചേട്ടന്റെ സാമൂഹ്യ പ്രതിബദ്ധത അവൻ അടിച്ചു തെറിപ്പിക്കും. എന്തോ ചെയ്യണോന്നാണ് നീ പറഞ്ഞത്? എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം, അവൻ കലിപ്പിൽ നിൽക്കണമെന്ന്. എടാ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാലല്ലേ എനിക്ക് ഇങ്ങനെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇതെന്ത് കിടന്നുറങ്ങണം? ഉറങ്ങണില്ലടാ ഇപ്പൊ എന്നും തന്നെ ഫുട്ബോൾ കണ്ടിട്ട് കിടന്ന് ഉറക്കം ആണോ? എങ്ങനെ ഉണർത്തണം? നിനക്ക് വിസിലടിക്കാൻ അറിയാമോ? അല്ലേ അറിയാവൂ. അടി നീ ടീമില്ലല്ലോ, പിന്നെ എങ്ങനെ ഗോൾ അടിച്ചു? ഞാൻ തന്നെ
റോൾ അടിച്ചത്, പക്ഷെ കോൾ അടിച്ചത് നിങ്ങൾക്കാണ്. അതെങ്ങനെ? നിങ്ങളൊരു ഫോട്ടോ ഇട്ട് കല്യാണം മുടക്കിയില്ലേ? ആ കുമാർ ഇങ്ങോട്ട് വരണമെന്ന്. അതെ, എന്റെ മുതലാളിയുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന അവൻ രാത്രി 12 മണിക്ക് എന്തിനാണ് രമണിന്റെ വീട്ടിൽ കയറിയെന്ന് അതുകൊണ്ടാണ് ഫോട്ടോ എടുത്ത് കേട്ടത്. ഇനി അവൻ വന്നാലും ഞാൻ അത് മാനേജ് ചെയ്യും. നീ കൂടെ ഫോട്ടോ ഇടണോ? ഞാൻ കോട്ടുമായിട്ടല്ല, നിങ്ങൾ അണ്ണ ഇട്ട കോട്ടുവാ, നിങ്ങൾ ഇട്ട് ആ കോട്ടുവാ ഞാൻ ആറ്റി പിടിച്ച് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി. യോ കുമാർ, എടാ ഗിരീഷ, ഇവിടുന്ന് ഉറങ്ങണം, ഇരടാം. ഇന്ന് ഞാൻ വിഷം കഴിച്ച് ഈ കയറി കെട്ടി തൂങ്ങി കിണറ്റി ചാടി മരിക്കും. ഇതിന് 3 ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് പോലെ. അതായത് ഈ വിഷം കഴിച്ച് മരിച്ചില്ലെങ്കിലേ ഈ കയറി കുരുങ്ങി ഞാൻ മരിക്കുമല്ല. അപ്പൊ തൂങ്ങി ചത്തിട്ടെങ്കില? ഞാൻ നേരെ കിണറ്റി വീടില്ല, അവിടെ കിടന്ന് മരിക്കും. എന്നിട്ട് ചത്തില്ലെങ്കില? എന്നിട്ട് ചത്തില് ഞാൻ ട്രെയിനിന് തല വയ്ക്കും. എന്താ നീ കിണറ്റിന്റെ അടി കൂടെ തുരങ്കം വെച്ച് പോകും? എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂല്ലേ നിനക്കൊക്കെ. ഗിരീഷിനെ വിളി. നീ ഇവിടെ വന്ന് കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. നിന്നെ പോലെ ഒരു ആഭാസൻ സ്ത്രീലമ്പടൻ എന്തിനെന്റെ വീട്ടിനകത്ത് കയറി? ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എടാ പിള്ളേർക്ക് സ്വാതന്ത്ര്യദിനത്തിൽ ലഡു വിതരണം ചെയ്തതിന്റെ ഫോട്ടോ എല്ലാം അങ്ങനെ എടുത്തത്. നീ രമണിയും കൂടെ നിനക്ക് നാണമില്ലടാ. നിന്റെ കല്യാണം ഒരാഴ്ചയിലോ ഇത്ര നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെ തന്നെയാ നിന്നെ വളർത്തിയത്. നിനക്ക് നാണം ഉണ്ടാടാ? ഈ വാഴ വെച്ചല്ലടാ നീ ചോറ് തിന്നണത്. ഞാൻ സത്യം പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ്. ചേച്ചി കേക്കണം. പിടിക്കാതെ രമണിയല്ല കേട്ടാ. അത് രമണിയല്ല, തിങ്ങണി ചേച്ചി കേക്കണം. തരങ്ങണി ചേച്ചി. ഒരു കഥ എനിക്ക് ആ ചെവി മുറിച്ചതാ. ഞാൻ എന്റെ പറഞ്ഞുതരാം. കേറാനല്ല കേട്ടാ, സത്യം പോലെ കേക്കണം. അത് ഈ ചേട്ടൻ വിളിച്ചോണത്തേക്ക് പറയാൻ പറ്റുള്ളൂ. സത്യം പോലും പറയൂ. ഒരു അണുകിട വ്യതിചലിക്കാതെ പറയണം. നിന്നെ രമണി വിളിച്ച് സെറ്റാക്കിയതാ, നീ രമണിയെ വിളിച്ച് സെറ്റാക്കിയതാ? അങ്ങനെയൊന്നുമല്ല കാര്യം. കൃത്യമായിട്ടുള്ള കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഈ ചാനൽ വിളിച്ചോണത്ത്. അയ്യോ അതങ്ങനെ ഈ ചാനൽ വിളിച്ചോണത്ത്. അടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ പറയണ ചേട്ടന്ന് കേൾക്കണം. ഇവനെന്താ ഈ വീട്ടുകാരും? ഞാൻ പറയണ ചേട്ടന്ന് കേൾക്കണം. ഞാൻ നിരപരാധിയാണ്. ഞാൻ രമണിയുടെ വീട്ടിൽ എന്തിനാണ് പോയെന്നുള്ള കാര്യം ചേട്ടൻ മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ പെണ്ണിൻ്റെ അച്ഛനോടൊന്ന് പറയണം. പറയുമല്ലോ. ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് കേട്ടോണം. എൻ്റെ ഇടക്കുളത്ത് അമ്മയാണ്. ഞാൻ കള്ളം പറയൂല, സത്യം മാത്രമേ പറയൂ. കള്ളം പറഞ്ഞ എന്റെ കണ്ണു പൊട്ടിപ്പോവും. നിന്ന് ഉറങ്ങണി അണ്ണ. അണ്ണാ നിങ്ങൾ ഉറങ്ങണ, ഞാൻ പറയണ കേക്കണ്ണ. ചാവാൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഉറക്കം. ഞാൻ വിഷം കഴിച്ചെങ്കിൽ മരിക്കാം. ഞാൻ പറയണ നിങ്ങൾ കേക്കണ്ട്. എന്റെ സ്വന്തം അമ്മയാണ് സത്യം. ഞാൻ കള്ളം പറയില്ല. ഉറങ്ങല്ലേ. ഞാൻ രമണിയുടെ വീട്ടിൽ പോയി എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. രാത്രി 12 മണി ഞാൻ കെട്ടാൻ പോണ പെണ്ണ് പാറുവിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് ഞാൻ നടന്ന് ചെന്നപ്പോഴത്തേക്ക് ദാണ്ട ഉറങ്ങണ്ട. ഇങ്ങനെ ഞാൻ ഇത് വിഷം കഴിച്ചു. പറയടൊന്നും എന്താ കാര്യം പറഞ്ഞു? അല്ല പറയട്ടാ ചേട്ടാ, എവിടെ വരെ കേട്ട്? സർപ്രൈസ് ഗിഫ്റ്റ് അവിടെ നിൽക്കണേ ഉള്ള. ഞാൻ കുറെ അങ്ങ് പോയായിരുന്നു. ഞാൻ 2 കിലോമീറ്റർ തിരിച്ചു വരാം. ഞാൻ തിരിച്ചു വരാം കേട്ടാ. ഉറങ്ങല്ലേട്ടാ പ്ലീസ്. ഞാൻ സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് എന്റെ പാറുവിനെ കാണാൻ വേണ്ടി പോയി. ചെന്നപ്പോഴത്തേക്ക് ഞാൻ എത്തുന്നത് കുളത്തിന്റെ അടുത്താണ്. കുളത്തിന്റെ അവിടെ ചെന്ന് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഷജീറിന്റെ പട്ടിയില്ലേ, ഷജീറിന്റെ പട്ടി എന്നെ ഓടിച്ചു. ഞാൻ ഓടി ചെന്ന് കയറിയത് രമണി ചേച്ചിയുടെ വീട്ടിൽ. അതെന്താ പട്ടി ഓടിച്ചപ്പോ കറക്റ്റ് രമണിയുടെ വീട്ടിൽ തന്നെ നീ കയറിയത്? പിന്നെ എനിക്ക് അഡ്രസ് പോയി കയറിയത് MLA വീടല്ലേ. പട്ടി അടിക്കാൻ വരുമ്പോ എങ്ങനെ ഓടി കയറിയില്ലേ പറ്റൂ. അങ്ങനെ രമണി ചേച്ചി വീട്ടിൽ ഞാൻ ഓടി ചെന്ന് കയറിയപ്പോ ഇങ്ങനെ നിന്ന് ഉറങ്ങണ്ട. ഇത് നടപടികളെ ഗ്യാസല്ല. ഞാൻ മരിക്കാൻ പോണ. ഇത് എന്ത് എന്നെ കൊണ്ട് രണ്ടും കൂടെ പറ്റില്ല. ഒന്ന് ഞാൻ പിസിലടിക്കാൻ അല്ലെങ്കിൽ വിഷത്തിൽ പിടിക്കും. ഒന്ന് നീ അണ്ണാ നിങ്ങൾ എവിടെ വരെ കേട്ടു? നീ പട്ടീനെ കടിച്ചു എനിക്ക് ഞാൻ പട്ടി ഇങ്ങനെ പറയണത്. അല്ല ഞാൻ പട്ടിയെ കടിച്ചില്ല. പട്ടി എന്നെ കടിക്കാൻ വേണ്ടി ഓടിച്ചു. ഓടിച്ചപ്പോ നേരെ ചെന്ന് കയറിയത് രമണി ചേച്ചിയുടെ വീട്ടില്. ഇൻട്രസ്റ്റിംഗ് വിഷയമാണേ. രമണി ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഓടിച്ചെന്ന് കയറി. കണ്ടത് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ണു തുറന്നു. ഓടിച്ചെന്ന് കയറി. ചെന്ന് കയറിയപ്പോഴത്തേക്ക് ആരും ഇറങ്ങി ഓടി അവിടെ നിന്ന്.
അതാരവിടെ നിന്ന് ഇറങ്ങി ഓടിയത്? അത് ആധാർ കാർഡ് തന്നില്ലായിരുന്നു ഓടിയാളെ. പക്ഷെ ഓടിയപ്പോഴത്തേക്ക് പട്ടി അയാളെ പറയാ ഓടി. അയാളെ പറയാ പട്ടി ഓടി. പട്ടി ഓടിയപ്പോഴത്തേക്ക് ഞാൻ റിലാക്സ് ആയല്ലോ. അതെ. ഞാൻ പിന്നെ നോക്കിയപ്പോ ദാണ്ട് നിന്ന് ഉറങ്ങണ്ട, ഇത് നടപടിയുള്ള ക്ലാസ്സല്ല. ഞാൻ എടേ, ഇങ്ങനെ ചെവിക്കാത്ത മിസൈൽ വിടണം എന്നാലേ ഞാൻ ഒരു കാര്യം പറ. നീ ഇടയ്ക്കിടയ്ക്ക് ആ മിസൈൽ ഒന്ന് അടിച്ചോണേ. അടിച്ചോളാം. അല്ലേ പുള്ളി ഒന്ന് ഉറങ്ങി ഉറങ്ങിപ്പോ അടിച്ചോളാം. നിങ്ങൾ ഇവിടം വരെ കേട്ട് രമണിനെ കെട്ടിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച കിടന്ന് ഉരുണ്ട്. അതാണ് ചേട്ടൻ ഫോട്ടോ എടുത്ത് അയച്ചത്. നീ കെട്ടിപ്പിടിച്ച് ഉരുണ്ടപ്പോ. ശരിക്കുള്ള സത്യം കേൾക്കണം നിങ്ങൾ. അതല്ല ശരിക്കും സംഭവം അതല്ല. രമണി ചേച്ചിയെ വീട്ടിൽ ഞാൻ ചെന്നു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട്. കാര്യം മറ്റേ ഒരാൾ ഓടിപ്പോയി. ഓടിപ്പോയി. അപ്പോഴാണ് നീ ഫെസിലിറ്റി അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും രമണി ചേച്ചി അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി ഓടിയപ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആയല്ലോ. കാര്യം പട്ടി അയാളെ പുറകെ പോയപ്പോഴത്തേക്കും ഫിസിലടിച്ച് ഉറക്കില്ലേ അയാളെ. അതിന്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നു. നല്ല താളം ഉണ്ടായിരുന്നു. താത്തി അടിക്കാൻ പറയാം, ഓളത്തിലടിച്ചോളേ. എന്ത് കഷ്ടം ആലോചിക്കുന്നു. ഇതെനിക്ക് വരൂല. ആരെങ്കിലും അടിച്ചു. ആ ഓക്കെ അണ്ണാ, ഇവിടം വരെ എത്തി. മറ്റേ ഇത് കൊടുക്കാൻ പോയി. ഗിഫ്റ്റ് കൊടുക്കാം. അവിടെ എത്തിയുള്ളല്ലേ. ഈ രണ്ട് കണ്ണു ഉറങ്ങല്ലേ. പ്രേതം അത് പറയാ, നീ കാര്യം അണ്ണ രമണി ചേച്ചി വീട്ടിൽ ഞാൻ ഓടിക്കേറി. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരും ഇറങ്ങി ഓടിയപ്പോഴത്തേക്ക് പട്ടി അയാളെ പുറകെ പോയി. ഞാൻ ഫ്രീ ആയി. ഞാൻ തിരിച്ച് രമണി ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പം രമണി ചേച്ചി ഞാൻ പാറുകൊണ്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇല്ലേ, ആ ഗിഫ്റ്റ് ഇട്ടോണ്ട് ചേച്ചി നിൽക്കുന്നു. എന്തോന്ന് ഗിഫ്റ്റഡാ ഇട്ടോണ്ടിരിക്കുന്നത്? ഡ്രസ്. ചുരിദാറാ? അല്ല. സാരിയാ? അല്ല. ഫ്രോക്ക്? അല്ല. ഗൗണ്? അല്ല. പട്ടുപാവാട? അല്ല. എന്തരടാ? ഈ പെണ്ണുങ്ങളൊക്കെ സിനിമയിൽ ഇടൂലേ രാത്രി ഇടുന്ന നൈറ്റ് ഗൗൺ, നൈറ്റ് ഡ്രസ്സില്ലേ. അണ്ണാ നിങ്ങൾ ഉറങ്ങി അണ്ണ നിന്ന്. നിങ്ങൾ എവിടെ വരെ കേട്ടത്? ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കണ്. ഡ്രസ് ഇട്ടുണ്ട്. നീ കൊടുത്ത ഗിഫ്റ്റ് ഇട്ടുകൊണ്ട് നിൽക്കണ്. ആര്? ആ പെണ്ണ്. ഏത് പെണ്ണ്? രമണി. രമണി അവിടെ. അപ്പൊ അത് ഓർമ്മയുണ്ട്. അപ്പം രമണി ചേച്ചി ആ ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നു. എന്നാ ഉറങ്ങല്ലേ അണ്ണ, കണ്ണു തുറന്ന് കേളണ്ട. ഞാൻ എല്ലാ സാധനവും ഉറങ്ങല്ലേ. രമണി ചേച്ചി ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി ഇത് ചേച്ചിക്കുള്ള ഡ്രസ് അല്ല, എന്റെ പാറൂനുള്ള ഗിഫ്റ്റാണ്, ഉറങ്ങല്ലേ പറഞ്ഞു. ഇനിയാണ് കിടക്ക്. അപ്പോഴും ചേച്ചി പറഞ്ഞു അയ്യോ മക്കളെ ഇത് നിന്റെ പാറുന്റെ ഗിഫ്റ്റ് ആയിരുന്ന, ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ താഴ്ച. ചേച്ചി പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ അഴിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും ഇത് നൈറ്റ് ഗൗണല്ലേ, കെട്ട് മള്ളിയും പുള്ളിയൊക്കെയുള്ള, ഇതങ്ങ് കെട്ട് വീണുപോയി. കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കടും കെട്ട്. ചേച്ചി അഴിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. എന്നോട് അഴിച്ചു തരാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കെട്ടഴിച്ചപ്പോഴത്തേക്ക് എനിക്കും പറ്റുന്നില്ല. ഞാൻ പിന്നെ ഇങ്ങനെ കടിച്ചിങ്ങനെ ഇങ്ങനെ അഴിച്ച സമയത്താണ് ഈ ചേട്ടൻ എന്നെ കണ്ടതും ഫോട്ടോ എടുത്തത്. ഫ്ലക്സ് വെക്കാൻ വന്നപ്പോ നിന്നെ കണ്ടത്. അതാണ് സംഭവിച്ചത്. ഇത്രേ ഉള്ളൂ. ഇത് നിനക്ക് അപ്പൊ തന്നെ പറഞ്ഞൂടെ കടും കെട്ടായി ഞാൻ കടിച്ച് അഴിച്ചു കൊടുത്തതാണെന്ന്. അതിൽ ഇനിയിപ്പോ എന്തോ പ്രശ്നം? ഇതൊക്കെ ഒരു പ്രശ്നം. അയ്യേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? എന്നെ നേരത്തെ പട്ടി ഓടിച്ചില്ലേ, പട്ടി ഓടിച്ചപ്പോഴേ പട്ടി എന്റെ മുണ്ടും കൊണ്ടാണ് പോയത്. ഞാൻ നിക്കറി ഇന്നും കൊണ്ടാണ് ആ കടി കെട്ടഴിച്ചത്. മനസ്സിലായ? ചട്ടിപ്പുറത്ത് നിന്നും കൊണ്ടാണ് ഞാൻ ഈ കടും കെട്ടി അഴിച്ചത്. അതാണ് സംഭവിച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലായ? അണ്ണ മനസ്സിലായ? അണ്ണൻ കണ്ട് അണ്ണ ഇത് കേട്ട് എനിക്കത് മതി. എനിക്ക് അണ്ണൻ നേരെ ചെല്ലുന്നു. ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഈ പട്ടി കണ്ണും നിറച്ച് ഉറങ്ങിയായിരുന്നു. എടാ നിനക്ക് എന്താ ഈ പുല്ലനെ പറഞ്ഞ് മനസ്സിലാക്കി? വിഷം കഴിച്ചു ഞാൻ മരിച്ചാ പോലും ഇവൻ എന്റെ വീട്ടിൽ കൊണ്ടുവരരുത്. എന്റെ ബോഡി നോക്കി നിന്ന് ഉറങ്ങുക. വേണമെങ്കിൽ എന്റെ ബോഡിയുടെ കൂടെ കിടന്ന് ഉറങ്ങുക. അങ്ങനത്തെ ഒരു ഉറക്കക്കിറക്കനാണ്. അല്ല ഞാൻ ആത്മഹത്യ ചെയ്യൂല. എനിക്കതിന് നിരുപാധം തെളിയിക്കണ്ടേ? എവിടെ കൊണ്ടുപോകാൻ ടെസ്റ്റ് ചെയ്യാം.
ഐ ആം സർജൻ. എന്നെ ഇവിടെ കൊണ്ടുള്ള ടെസ്റ്റ് ചെയ്യാം. സർജനാ? എന്നെ അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടല്ലോ, സംഭവം. ഇവിടെ സർജനാണ്. വിർജിൻ. അതാണ് ഞാൻ വീർച്ചനാണ്. ഞാൻ നിരപരാധിയാണ്. എനിക്ക് മനസ്സിലായി. ആ, മനസ്സിലായി. എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല. കാരണം ഈ പുള്ളി എന്ത് പറഞ്ഞാലും നിന്നുറങ്ങും. എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അതായത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ പ്രശ്നമല്ല, ലോകകപ്പാണ് പ്രശ്നം. ലോകകപ്പ് അപ്പൊ ലോകകപ്പ് കഴിഞ്ഞിട്ട് നീ വന്ന് പറയുന്നു പുള്ളി സത്യാവസ്ഥ മനസ്സിലാക്കുന്നു. പറ്റൂല. ലോകകപ്പ് കഴിഞ്ഞിട്ട് പറയുന്നെന്ന് കഴിഞ്ഞാൽ എന്റെ പാറു വേറെ ആരെയും കൂടെ കിടന്നുറങ്ങുന്ന ഞാൻ കാണേണ്ടി വരും. കാര്യം അവൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യൂന്ന് പറ. ഞാനേ ചാവൂല. എന്റെ നിരപരാധം തെളിയിക്കണം. അതിനുവേണ്ടി ഞാൻ അമേരിക്കയിൽ പോകും. അമേരിക്കല്ല, എന്റെ സ്വത്ത് ഇല്ല എങ്കിലും എവിടെയെങ്കിലും വിറ്റിട്ട് ഞാൻ അമേരിക്ക എന്തിനു പോണേ? അമേരിക്കയിൽ പോയിട്ട് എന്റെ ദേഹത്ത് എഴുതും രമണി ചേച്ചി പട്ടി അടിക്കാൻ ഓടി കടുംകെട്ട്, എന്നിട്ട് നിരപരാധി ഇവിടെ എഴുതും. കറക്റ്റ് സ്ഥലം. എന്നിട്ട് ഞാൻ ആ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടില്ലേ, ആ ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഞാൻ നിരപരാധി എന്ന് പറഞ്ഞ് ചട്ടിപ്പുറത്ത് ഓടും. നിരപരാധിയാണ്, ഞാൻ നിരപരാധിയാണ് എന്നും പറഞ്ഞ് ഓടും. എന്തിന് ഇതൊക്കെ എന്തിന്? രാത്രി 12 മണിയാകുമ്പം അണ്ണ ഈ ടി വിക്കകത്ത് ഫുട്ബോൾ കാണുമല്ലോ, അപ്പോഴെങ്കിലും ഈ പട്ടി മനസ്സിലാക്കണം ഞാൻ നിരപരാധിയാണെന്ന്. അല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ അത് ചെയ്യും. അത് നല്ല ഐഡിയ. ഐ ആം നിരപരാധി എഴുതിയിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഈ ചേട്ടനെ ഒന്ന് വിളിക്കും. അയ്യോ അത് സിമ്പിൾ സെറ്റപ്പ്. കാര്യം ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ് എന്തിന്? എന്റെ അച്ഛ എടുത്ത് കൊടുത്ത പട്ടി. ഇതെന്തിന്? ഇതേ ഈ ഉറക്കക്കെറുക്കുന്ന എന്റെ വക ഒരു ഇഞ്ചുറി ടൈം. ആ